നമുക്ക് കോഴിക്കോട്ടേക്ക് ഒന്ന് പോകണം. കോഴിക്കോട്ടെ ഷഹബാസ് കൊലക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിധി ഈ മാസം 8-ന്. ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. മകന് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് കൊല്ലപ്പെട്ട ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ. നീതിപീഠത്തിൽ വിശ്വാസമുണ്ട്. പ്രതികളുടെ രക്ഷിതാക്കളെ പ്രേരണാകുറ്റം ചുമത്തി കേസിന്റെ ഭാഗമാക്കുമെന്നും പ്രതികൾക്ക് ജാമ്യം നൽകില്ല എന്നുമാണ് പ്രതീക്ഷയെന്നുമാണ് ഷഹബാസിന്റെ പിതാവ് പറയുന്നത്. നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. ഇന്ന് ഇപ്പോൾ നമ്മൾ കഴിയുന്നത്ര നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 8-ാം തീയതിക്ക് മാറ്റി നിങ്ങൾ അറിഞ്ഞല്ലോ. അതുകൊണ്ട് എന്തായാലും നീതിപീഠത്തിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ രക്ഷിതാക്കളെ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി വരുന്നുണ്ട്. അപ്പോൾ അത് അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ആളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെയും കൂടി ഇതിൽ പ്രേരണാ കുറ്റം എന്ന രീതിയിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ട്രിഡ്സ് എന്ന ട്യൂഷൻ സെന്ററിന്റെ ആളുകൾ ഇതിലുണ്ട്. അവർക്കറിയാൻ കഴിയുന്നത് അവർ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, അതായത് അടുത്ത ബാച്ചിലേക്കുള്ളതെന്നുള്ളത്. പക്ഷെ അവർ വരെ ഇതിൽ അറിയുന്ന ആളുകളാണ്, ഇതിൽ ഉൾപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, ഏതായാലും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് പറയുന്നു. ഈ മാതാപിതാക്കളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. കാരണം ഈ പ്രതികളുടെ മാതാപിതാക്കളെ കൂടി പ്രേരണാകുറ്റം ചുമത്തി അവരൊക്കെ വമ്പന്മാരാണ്, നീതി കിട്ടുമെന്നുള്ള അവരുടെ പ്രതീക്ഷ വലിയ തോതിൽ ഇല്ലാത്ത സാഹചര്യമുണ്ട്. എന്താണ് പ്രോസിക്യൂഷന്റെ അല്ലെങ്കിൽ പോലീസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്? ആ തരത്തിലുള്ള നീക്കങ്ങൾ എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? രഞ്ജിത്ത്, വളരെ വിശദമായി തന്നെ ഈ കേസിൽ ഇന്ന് കോടതി വാദം കേട്ടു. അതിനുശേഷമാണ് ഏപ്രിൽ 8-ലേക്ക് ഈ ജാമ്യ ഹർജിയിൽ വിധി പറയാനായി മാറ്റിയിരിക്കുന്നത്. നേരത്തെ ജുവനൈൽ കോടതി കേസ് പരിഗണിച്ചപ്പോൾ അവിടെ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ആ ജാമ്യാപേക്ഷ ജുവനൈൽ കോടതി തള്ളി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ കോടതിയിൽ പ്രതികൾ ജാമ്യ ഹർജി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ ഈ ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യത്തെ തള്ളി. കേസ് അതിന്റെ പ്രാഥമിക ദിശയിലാണ്. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ ഈ പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അത് കേസിന്റെ അന്വേഷണത്തെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് 5 പ്രതികൾക്കും ജാമ്യം നൽകരുത് എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഒപ്പം ഈ ഷഹബാസിന്റെ അച്ഛന്റെ വക്കീൽ ഉണ്ടായിരുന്നു, അഭിഭാഷകൻ. അദ്ദേഹവും കോടതിയിൽ ഹാജരായി. കഴിഞ്ഞ തവണ ഹർജി നൽകി ഈ കക്ഷി ചേരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ അന്വേഷണം നടക്കുന്ന സാഹചര്യമായതിനാൽ പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്ന് ഷഹബാസിന്റെ അഭിഭാഷകൻ പറഞ്ഞു. കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന ഒരു ചിന്ത അതാണ് ഈ കുട്ടികളുടെ ഈ കുറ്റകൃത്യം നടത്തിയ ശേഷമുള്ള പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ചാറ്റ് നടത്തിയതിലും അത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് ആൾക്കൂട്ട കൊലപാതകമാണ് നടന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരാളിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയാതെ രക്ഷപ്പെടാൻ കഴിയുമെന്ന ഒരു പ്രതീതിയാണ് അവർ സൃഷ്ടിച്ചത്. ഇക്കാര്യങ്ങൾ അവർ പരസ്പരം പങ്കുവച്ചു. ഒപ്പം ഈ കൊലപാതകത്തിന് മുമ്പ് കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്ന രീതിയിലുള്ള ഈ കൊലപാതകം ഉറപ്പിച്ചുകൊണ്ടുള്ള ചില വാക്കുകൾ ഉണ്ടായിരുന്നു. നെഞ്ചക്ക ഉപയോഗിച്ച് ഇടിച്ചു കൊലപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഈ ഷഹബാസിന്റെ കൊലപാതകത്തിൽ കണ്ടത്. പരിശീലനം സിദ്ധിച്ച ഒരാൾക്ക് മാത്രമേ മാത്രം ഹീനമായ കുറ്റകൃത്യം ഒരു ആയുധം ഉപയോഗിച്ച് നടത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി കോടതി മനസ്സിലാക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. ഒപ്പം ഈ കൊലപാതകം നടന്ന സമയത്ത് ഈ ആക്രമിച്ച കേസിലെ അല്ലെങ്കിൽ കൊല നടത്തിയ കേസിലെ പ്രധാന പ്രതിയായ വിദ്യാർത്ഥിയുടെ പിതാവ് ആ സ്ഥലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് പിതാവിനെയും ഈ കേസിൽ പ്രതി ചേർക്കണമെന്ന ഒരു ആവശ്യം കൂടി ഷഹബാസിന്റെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്നാൽ ഇക്കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഈ പ്രതിഭാഗം, ഈ കുട്ടികളുടെ അഭിഭാഷകൻ കോടതിയിൽ എത്തിയത്. ഇത്രയും ദിവസം ജയിലിൽ കടന്നത് ഒരു ശിക്ഷയായി തന്നെ കണക്കാക്കണമെന്ന ആവശ്യമാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. ചെറിയ കുട്ടികളാണ്, ഈ പഠന അവധിക്കാലമാണ്. കുട്ടികൾക്ക് ഇപ്പോൾ മധ്യമേഖല അവധിക്ക് ശേഷം സ്കൂൾ അടച്ചിരുന്നു. പരീക്ഷയും മറ്റും എഴുതി കഴിഞ്ഞ കുട്ടികളാണ്. ഇനി ഫലം പുറത്തു വരുമ്പോൾ ഉപരിപഠനത്തിനും മറ്റുമൊക്കെ അല്ലെങ്കിൽ തുടർ വിദ്യാഭ്യാസത്തിന് പോകേണ്ട കുട്ടികളാണ്. അവർക്ക് അതുകൊണ്ട് ശിക്ഷ വിചാരണയൊക്കെ നടക്കുന്ന സമയം വരെ താൽക്കാലികമായി ജാമ്യം നൽകണമെന്ന ആവശ്യം പറയുന്നു. കുട്ടികൾക്ക് രക്ഷിതാക്കളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കളുടെ ഒരു നിയന്ത്രണത്തോടുകൂടി മാത്രമാവും കുട്ടികൾ മുന്നോട്ട് പോവുക. കുട്ടികളുടെ കുടുംബ പശ്ചാത്തലം നല്ലതാണ്, മികച്ച കുടുംബങ്ങളിൽ നിന്ന് വന്ന കുട്ടികളാണ്. അതുകൊണ്ട് അവർക്ക് എതിരെ നേരത്തെ മറ്റൊരു കുറ്റകൃത്യങ്ങളും ഉണ്ടായിട്ടില്ല. കുട്ടികൾ തമ്മിലുണ്ടായ ചെറിയ ഒരു വഴക്ക് അത് ഇത്തരമൊരു സംഭവത്തിലേക്ക് നീങ്ങിയതാണ്. അത് കുട്ടികളെ മാത്രം അക്കാര്യത്തിൽ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഈ കുട്ടികളുള്ള ഇടത്തേക്കാണ് ഈ ഷഹബാസ് ആ സമയത്ത് ഷഹബാസും
കൂട്ടുകാരും ആ സമയത്ത് വന്നത്. ഷഹബാസിന്റെ വീട്ടിൽ നിന്നും കുറച്ചധികം ദൂരമുള്ള സ്ഥലമാണ്. എന്തിനാണ് പ്രതികൾ ഈ ഇരകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷഹബാസ് അടക്കമുള്ള കുട്ടികൾ അവിടേക്ക് വന്നത്? ഇവർ പഠിക്കുന്ന ഈ പ്രതികളായ കുട്ടികൾ പഠിക്കുന്ന ട്യൂഷൻ സെന്ററിന്റെ മുന്നിൽ വെച്ചാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അല്ലാതെ കുട്ടികൾ ഷഹബാസ് നിൽക്കുന്ന ഇടത്തേക്ക് പോയതല്ല. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് വളരെ വിശദമായ വാദം ഇന്ന് കോടതിയിൽ നടന്നത്. ഒപ്പം ചില തെളിവുകളും ഈ കുറ്റകൃത്യങ്ങൾക്ക് ശേഷം ഈ പ്രതികൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തിയതും ഭീഷണി ഒക്കെ നടത്തിക്കൊണ്ട് ചെയ്ത ചില ഇൻസ്റ്റാ ചാറ്റുകളൊക്കെ അടക്കമുള്ളവയുടെ ഡിജിറ്റൽ തെളിവുകൾ പെൻഡ്രൈവിലാക്കി ഇന്ന് കോടതിയിൽ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം ഈ നിർഭയ കേസിലെ സുപ്രീം കോടതിയുടെ വിധി ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയാണ് വാദിഭാഗം, പ്രത്യേകിച്ചും ഈ ഷഹബാസിന്റെ പിതാവിന്റെ അഭിഭാഷകൻ വാദിച്ചത്. ഹീനമായ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അവിടെ കുട്ടികളെന്ന പരിഗണന കുറ്റവാളികൾക്ക് നൽകേണ്ടതില്ല, അവർക്ക് മുതിർന്നവരെന്ന രീതിയിൽ തന്നെ പരിഗണിച്ചാണ് ഈ ശിക്ഷ നൽകേണ്ടത്. അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കേസെന്ന രീതിയിൽ തന്നെ ഇത് കരുതണം. സാധാരണഗതിയിൽ സമൂഹത്തിൽ പലതരത്തിലുള്ള അക്രമവാസനകൾ, കുറ്റകൃത്യങ്ങൾ, കൊലപാതകങ്ങൾ എന്നിവയൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇവിടെ കേവലം 15 വയസ്സുള്ള കുട്ടികളാണ് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതേ വയസ്സ് പ്രായമുള്ള 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ട ഒരു കുട്ടിയെയാണ് മർദ്ദിച്ചു കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ കുട്ടികളെന്ന പരിഗണനയ്ക്ക് യാതൊരു അർഹതയുമില്ലാത്തതാണ് ഈ കുറ്റവാളികൾ എന്നും പറയുന്നു. ഒപ്പം അക്രമത്തിന് ശേഷം ഈ അക്രമത്തെ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇവരുടെ സംഭാഷണങ്ങൾ. അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിന്റെ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രായമുള്ള ഒരു കുട്ടിയെ വകവരുത്തിയതിന്റെ സങ്കടമോ ഒന്നും അവരുടെ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത്തരം ഒരു കുറ്റവാസന തന്നെ ഇവരുടെ വാക്കുകളിൽ പ്രകടവുമായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇക്കാര്യം ചെയ്ത്. ഒപ്പം ഈ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന്റെ നിയമപരമായ പരിരക്ഷയെക്കുറിച്ചൊക്കെ കുട്ടികൾ കൃത്യമായ ബോധ്യവാന്മാരാണ്. അത് കൂടി കണക്കിലെടുത്ത് കാര്യമായ ശിക്ഷ ലഭിക്കില്ലെന്ന ഒരു കരുതലിലാണ് ഈ കുറ്റകൃത്യം ചെയ്യുകയും ചെയ്ത്. അതുകൊണ്ട് ഈ കുറ്റകൃത്യത്തിന്റെ ഒരു വ്യാപ്തി പരിഗണിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ജാമ്യം നൽകിയാൽ അത് മറ്റു കുട്ടികളെ കൂടെ മോശമായി ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കേവലം ഈ ഷഹബാസിന്റെ കുടുംബത്തിന്റെ ദുഃഖം മാത്രമല്ല, 80% മാർക്കുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു ഷഹബാസ്. ഷഹബാസിന് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, മറ്റു കുട്ടികളുടെയും ഷഹബാസിന്റെ സഹപാഠികളുടെയും ഈ കുറ്റത്തിൽ ഉൾപ്പെട്ട കുട്ടികളുടെ സ്കൂളിലെയും ഒക്കെ കുട്ടികളുടെ മാനസിക നിലയെ അത് വളരെ മോശകരമായി ബാധിച്ചു. അവരുടെ പഠനത്തെ ബാധിച്ചു. പഠനാവധി കാലത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ച് ഈ ജാമ്യം നൽകുന്നത് ഒഴിവാക്കണം. ഒരു തരത്തിലും പ്രതികൾക്ക് ജാമ്യം നൽകരുത്. കടുത്ത ശിക്ഷയിലേക്ക് നീങ്ങുന്ന ഒരു നിയമ നടപടിക്രമം തന്നെ ആവണം പ്രതികൾക്കെതിരെ ഉണ്ടാവേണ്ടതും എന്നാണ് ഇന്ന് കോടതിയിൽ വാദം ഉയർന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ കുട്ടി പ്രതികളുടെ മാതാപിതാക്കളെ കൂടി ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തണം, പ്രതികളാക്കണം എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.